ഇതെൻ്റെ ഉമ്മച്ചീൻ്റെ റെസിപ്പി ആട്ടോ. എല്ലാവർക്കും ഉമ്മമാരുണ്ടാക്കുന്ന ഫുഡൊക്കെ ഇഷ്ടമായിരിക്കുമല്ലേ? എന്നാലും അതിൽ നിന്ന് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നോ രണ്ടോ റെസിപ്പിയൊക്കെ ഉണ്ടാവില്ലേ? അതേപോലെ ഇഷ്ടമുള്ള ഒരു റെസിപ്പി ആട്ടോ എനിക്കിത്. ബോട്ടി വരട്ടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഭയങ്കര ഈസി ആട്ടോ ഉണ്ടാക്കാൻ. പക്ഷേ വേഗം തന്നെ ഉണ്ടാക്കും. കുറേ മസാലകളോ അല്ലെങ്കിൽ കുറേ ചേരുവകളോ ഒന്നും വേണ്ട. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ടേസ്റ്റ് അപാര ടേസ്റ്റാട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? ഇത് ഉണ്ടാക്കുന്ന ഉമ്മച്ചിയാണേ. അപ്പോൾ അതാ ബോട്ടിയൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഉമ്മച്ചി ഇതൊക്കെ കഴുകി എടുക്കുന്നുണ്ട്. നമുക്കിവിടെ ഒക്കെ വെട്ടി ക്ലീൻ ചെയ്തിട്ടാട്ടോ കൊണ്ടുതരിക. അതുകൊണ്ട് നമ്മൾ കൂടുതൽ പരിപാടിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് കഴുകിയെടുത്താൽ മതി. അപ്പം നമുക്കിതിലേക്ക് വേണ്ടത് കുരുമുളകും ചെറിയ ജീരകവുമാണ് കേട്ടോ. അത് നമ്മൾ എത്രയാണ് ബോട്ടി എടുക്കുന്നത് വിചാരിച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. അതിപ്പം വെച്ച് ഒരു കൈപ്പിടി ആ അളവിനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ് കേട്ടോ. ഇഞ്ചി നമ്മൾ ഇതിലിട്ട് അരയ്ക്കേണ്ട. അപ്പോൾ ഇതെല്ലാം കൂടി അരച്ച പേസ്റ്റ് നമുക്ക് ഈ ബോട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ബോട്ടി നമ്മൾ ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി, പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. ഇനി അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇഞ്ചി ചതച്ചിട്ടാട്ടോ ഇതിലിട്ട് കൊടുക്കുന്നത്. അതും ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉമ്മച്ചിയാട്ടോ ഉണ്ടാക്കാറ്. എനിക്കങ്ങനെ ഉണ്ടാക്കുന്നതിനോട് വലിയ താല്പര്യമില്ല, പക്ഷെ തിന്നാൻ ഭയങ്കര താല്പര്യമാട്ടോ. അപ്പം സംഭവം ഇളക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഉമ്മച്ചി. ഇനി നമുക്കിത് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂടി വെച്ചിട്ട് ഒരു 3-4 വിസിലിന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ സംഭവം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. നമുക്ക് അത് വറ്റിച്ചെടുക്കണം. അപ്പം കുക്കറിൽ തന്നെ വറ്റിച്ചെടുക്കണ്ട. നമുക്ക് അതൊന്ന് വറവിട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ നമ്മൾ കുനുകുനാ അരിഞ്ഞ ചെറിയുള്ളി ആട്ടോ ചേർത്തിട്ടുള്ള ഉള്ളി ചേർത്തിട്ട് ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഉള്ളിയൊക്കെ നല്ലോണം വഴണ്ട് ഒരു ഗോൾഡൻ ബ്രൗണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലുള്ള ബോട്ടി ഇതിലേക്ക് തട്ടാം. ഇനി നമുക്ക് ഇളക്കി വറ്റിച്ചെടുക്കാം കേട്ടോ. ആ മസാലയൊക്കെ അതിലേക്ക് പിടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഇതങ്ങനെ ആവണം. ഇളക്കി നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിൽ ഗാർണിഷിന് വേണമെങ്കിൽ കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം. മല്ലിയില ഇല്ലെങ്കിലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ പിന്നെ ഇതിവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇട്ട് കൊടുത്തതാണ്. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ പൊറോട്ടൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം കേട്ടോ. അപ്പം ഈസി അല്ലേ ഉണ്ടാക്കാൻ. കൂടുതൽ ഉള്ളിയോ അല്ലെങ്കിൽ തക്കാളി അതുപോലത്തെ സംഭവങ്ങളൊന്നും വേണ്ട കേട്ടോ. ഉണ്ടാക്കാനും ഈസിയാണ്. ടേസ്റ്റാണെങ്കിലോ അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഉമ്മച്ചീൻ്റെ ഫേവറേറ്റ് ഡിഷിൽ ഒരു ഡിഷാട്ടോ ഇത്. ഇതേപോലെ തന്നെ ഉമ്മച്ചി ഉരുളക്കിഴങ്ങും വഴറ്റിയെടുക്കും. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പം എല്ലാവരും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ ഉമ്മച്ചീൻ്റെ ഏതെങ്കിലും ഫേവറേറ്റ് റെസിപ്പികളൊക്കെ ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാം. സെറ്റായ സംഭവം നമുക്കിനി പൊറോട്ടൻ്റെ കൂടെ കഴിച്ച് നോക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക.